ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഈ മഞ്ഞുകാലത്തൊക്കെ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഉപ്പൂറ്റി വേദന. ഇത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്? എന്താണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ? ഉപ്പൂറ്റി വേദനയുടെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ഉപ്പൂറ്റിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാരണങ്ങളിൽ ഒന്നാമത്തെ കാരണം പ്ലാന്റാർ ഫെസൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതായത് നമ്മളുടെ ഉപ്പൂറ്റിയുടെ അസ്ഥിയുമായിട്ട് നമ്മുടെ വിരലുകളെ ചേർക്കുന്ന ഒരു ഷീറ്റ് ഉണ്ട്. ശരിക്കും കാലിന്റെ ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ കാലിനെ സംരക്ഷിക്കുക, പിന്നെ കാലിന് പുറത്തുനിന്ന് വരുന്ന ഷോക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ആഘാതങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കുക. അങ്ങനെ അനേകായിരം ഫങ്ഷൻസ് ഈ ഒരു ഷീറ്റിനുണ്ട്. ഇതിനെയാണ് പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ ഭാരമൊക്കെ കാലിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സ്പ്രെഡ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ഫേഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ നമ്മൾ കുറെ സമയമൊക്കെ നിൽക്കുവോ അങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഒരു നമ്മുടെ ബോഡി വെയിറ്റ് ഭയങ്കരമായിട്ട് ഈ ഒരു ഫേഷ്യയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ച് പോകും. ആ ഒരു സമയത്ത് ഈ ഒരു അങ്ങനെ കുറെ കാലമായി കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ഫേഷ്യയില് ചിലപ്പം നീർക്കെട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് പ്ലാന്റാർ വെസൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഒരു ബുദ്ധിമുട്ട് കാരണം പലപ്പോഴും ആളുകൾക്ക് ഇത്തരത്തിൽ ഉപ്പൂറ്റി വേദന വരാറുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാന ഒരു ലക്ഷണം ഈ ഒരു ഉപ്പൂറ്റി വേദനയാണ്. കാല് നിലത്തേക്ക് കുത്താൻ പറ്റത്തില്ലാത്ത പോലെ വേദനയായിരിക്കും. പ്രത്യേകിച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ആയിരിക്കും ഒരു വേദന കൂടുന്നത്. ഇത്തരത്തിലുള്ള വേദന മെയിനായിട്ടും ഒരുപാട് സമയം നിൽക്കുന്ന ആളുകളിലായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിലെ അധ്യാപകര്, അതുപോലെ വീട്ടമ്മമാര്, വീട്ടുജോലി ഒരുപാട് സമയം അടുക്കളയിൽ തന്നെ നിന്ന് വീട്ടുജോലി ചെയ്യുന്ന നമ്മുടെ അമ്മമാർ അല്ലെങ്കിൽ നമ്മൾ തന്നെ, പിന്നെ പോലീസ്മാൻമാര്, ട്രാഫിക് പോലീസ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ആണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കൂടുന്നത്. ഇതിനേക്ക് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന അമിത ഭാരമുള്ളവരെയൊക്കെ ആയിരിക്കും. ഒബേസിറ്റി, പൊണ്ണത്തടിയൊക്കെ ഉള്ളവരെയൊക്കെ ആയിരിക്കും. വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് കാൽക്കേനിയസ് സ്പർ എന്ന് പറയും. അത് ഈ ഉപ്പൂറ്റിയുടെ ഭാഗത്തുള്ള അസ്ഥി ഓവർ ഗ്രോത്ത്, അത് കൂടുതലായിട്ട് വളരുന്നതാണ്. അത് പലപ്പോഴും പ്രായമായവർക്ക് ഒക്കെയാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നടക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് ഈ തേയ്മാനം ഒക്കെ സംഭവിക്കുന്ന അവസരത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരാറുള്ളത്. പിന്നെ വേറൊരു ഭാഗത്ത്, ഉപ്പൂറ്റിയുടെ പിൻഭാഗത്ത് വരുന്ന ഒരു തരത്തിലുള്ള ഉപ്പൂറ്റി വേദനയുണ്ട്. അത് കൂടുതലായിട്ട് സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആയിരിക്കും ഇത്തരത്തിലൊരു വേദന വരുന്നത്. അതിനെ അക്കൈലിസ് ടെൻഡനൈറ്റിസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളുടെ ആ ഒരു കാഫ് മസിൽ, കാൽവെണ്ണയും അതുപോലെ തന്നെ ആ ഉപ്പൂറ്റിയുടെ അസ്ഥിയുമായിട്ട് ഒരു കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസിലല്ല, ഒരു റിബൺ പോലെയുള്ള ഒരു ടെൻഡൻ ഉണ്ട്. അതിനെയാണ് ഈ അക്കൈലിസ് ടെൻഡൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് ഓടുകയും ഭയങ്കര സ്പീഡിലൊക്കെ ഓടുകയും അല്ലെങ്കിൽ ഒത്തിരി സ്റ്റെപ്പ് കയറുകയും അങ്ങനെ കാല് ഭയങ്കരമായിട്ട് ഓവർ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അക്കൈലിസ് ടെൻഡൻ വലിയാൻ, ഓവറായിട്ട് ഇങ്ങനെ വലിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതില് കീറലുകൾ വരാം. ക്രമേണ കുറെ നാളുകൾ കൊണ്ട് ഇതിന് കീറലുകൾ, പൊട്ടലുകളൊക്കെ സംഭവിച്ചിട്ട് അവിടെ നീർക്കെട്ട് വരാം. ഇതും ഈ ഒരു ഉപ്പൂറ്റി വേദന വരാനായിട്ട് ചാൻസ് ഉണ്ടാക്കാറുണ്ട്. പിന്നെ മറ്റ് അത് കൂടാതെ അതിന്റെ അക്സസറി ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പ്, പ്രത്യേകിച്ച് ഹൈ ഹീൽസ് പോലെയുള്ള ചെരുപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഉപ്പൂറ്റി വേദന വരാനുള്ള സാധ്യത കൂടും. അമിതവണ്ണം, നേരത്തെ പറഞ്ഞ പോലെ അമിതവണ്ണം ഒരു കാരണമാണ്. ഒരുപാട് സമയം നിൽക്കുന്നത് ഒരു കാരണമാണ്. പിന്നെ തൈറോയിഡ് കംപ്ലൈന്റ് ഉള്ളവർക്ക് ഉപ്പൂറ്റി വേദന വരാറുണ്ട്. പ്രമേഹം ഉണ്ടെങ്കിൽ ഉപ്പൂറ്റി വേദന വരാറുണ്ട്. അതുപോലെ സന്ധിവാതം പോലെയുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ ഉപ്പൂറ്റി വേദന വരാറുണ്ട്. ഇതൊക്കെയാണ് ഉപ്പൂറ്റി വേദന വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. വേദനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇത് നേരത്തെ അഞ്ചു പറഞ്ഞതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും ഈ ഒരു വേദന ഭയങ്കരമായിട്ട് അനുഭവപ്പെടുന്നത്. കാല് നിലത്തേക്ക് വെക്കാൻ പോലും പറ്റത്തില്ല. കാല് കുത്തുമ്പോൾ കുത്തിപ്പറിക്കുന്ന പോലത്തെ ഒരു വേദനയായിരിക്കും പേഷ്യന്റ് പറയാറ്. പ്രത്യേകിച്ച് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അതല്ലെന്നുണ്ടെങ്കിൽ കുറെ സമയം എവിടെയെങ്കിലും ഇരുന്നിട്ട് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അങ്ങനെ ഫസ്റ്റ് മൂവ്മെന്റ് ആണ് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് ഈ ഒരു ഉപ്പൂറ്റി വേദനയിൽ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് തോന്നാറ്. ഇതാണ് ഇതിന്റെ പ്രധാന ലക്ഷണം. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും അണ്ടർലൈൻ കോഴ്സസ്, മറ്റ് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളും കൂടി ഇതിനോട് ചേർന്ന് വരാറുണ്ട്. ശാശ്വതമായ പരിഹാരം എന്താണ്? ഉണ്ട്. ഈ വേദനയ്ക്ക് ശാശ്വതമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, ഈ ഒരു വേദന ഉണ്ടാവാനുള്ള, റിക്കറന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള വേദന ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കാരണങ്ങൾ ഈ ഒരു വേദന ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. എന്നിട്ട് അതിന് വേണ്ട തക്കതായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക. അപ്പൊ ഇതിൽ ഏത് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ആ ഒരു മെഡിസിൻ കഴിക്കുക. അതുപോലെ തന്നെ അമിത ഭാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് കൺട്രോൾ ചെയ്യുക. അപ്പൊ നമ്മുടെ ഹൈറ്റിന് അനുസരിച്ചിട്ടുള്ള ഒരു
വെയിറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളുടെ അമിതഭാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരു 10% എങ്കിലും കുറയ്ക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഉപ്പൂറ്റി വേദനയ്ക്ക്, ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഉപ്പൂറ്റി വേദനയ്ക്ക് കാര്യമായിട്ടുള്ള ഒരു കുറവ് അനുഭവപ്പെടാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോ കാലിന്റെ ആ ഒരു മസിലുകളെയും പേശികളെയും അല്ലെങ്കിൽ ആ ഒരു പേശിനെയൊക്കെ കൂടുതലായിട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ ഒരു വേദന അനുഭവപ്പെടുന്നതിന്റെ ആ ഒരു തീവ്രത കുറയാറുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു നീർക്കെട്ടൊക്കെ നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്നെങ്കിൽ കാൽ രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന സമയത്ത് കാലൊക്കെ നന്നായിട്ട് മുമ്പിലോട്ടും പുറകിലേക്ക്, ബാക്കിലേക്ക്, ഫ്രണ്ടിലേക്കും ഒക്കെ നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്യുക. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നല്ല നീളമുള്ള ഷാൾ എടുക്കുക, അതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് അത് നമ്മുടെ കാല് നീട്ടി വെച്ചിരുന്നിട്ട് കാലിന്റെ ഒരു നമ്മുടെ ആ ഒരു ഉൾപാദത്തിലേക്ക്, കാലടിയിലേക്ക് വെക്കുക. കാലടി കവർ ചെയ്യുന്നത് പോലെ തന്നെ വെക്കുക. എന്നിട്ട് ഈ രണ്ടറ്റവും നമ്മുടെ രണ്ട് കൈകളിലേക്ക് പിടിക്കുക. പിടിച്ചിട്ട് അതിനെ മാക്സിമം ബാക്കിലേക്ക് വലിക്കുക. അപ്പൊ മുട്ട് മടങ്ങാനായിട്ട് പാടില്ല. മുട്ട് നിവർത്തി വെച്ചിട്ട് തന്നെ വേണം ഇത് ചെയ്യുക. അങ്ങനെ മാക്സിമം പുറകിലേക്ക് വലിച്ച് ഒരു 4-5 സെക്കൻഡ് അതേ പൊസിഷനിൽ തന്നെ വെക്കാൻ ആയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം പതുക്കെ റിലാക്സ് ചെയ്യുക. അതായത് പതുക്കെ ഈ ഒരു വലിച്ചു പിടിച്ചിരിക്കുന്ന ലൂസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു 4, 5, 6 തവണ നമുക്ക് ആവർത്തിച്ചാർത്ത് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു കാലിന്റെ മസിലുകൾ അല്ലെങ്കിൽ ആ ടെൻഡനൊക്കെ കുറച്ചും കൂടെ ഒന്ന് ലൂസ് ആകാനും വേദന വരുന്നതൊക്കെ ഒന്ന് കുറയാനും സാധ്യതയുണ്ട്. പിന്നെ ഒരു എക്സസൈസ് ചെയ്യാവുന്നത്, നമുക്ക് ഒരു കുപ്പിയിൽ, ഉരുണ്ട ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് ഫ്രിഡ്ജിൽ വെക്കുക. നല്ല തണുത്ത വെള്ളമായിരിക്കണം. അത് നല്ല തണുപ്പായി കഴിയുമ്പോഴത്തേക്കിന് ഉപ്പൂറ്റി വെച്ച് ആ കുപ്പി ഉരുട്ടുക. ഇത് കാലിന് നമ്മുടെ ഒരു ഉപ്പൂറ്റി വേദനയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസ് ആണ്. പിന്നെ ഐസ് കട്ട ഒരു തുണിയിൽ എടുത്തിട്ട് അത് ആ വേദനയുള്ള ഭാഗത്ത് വെക്കുന്നത് ചിലപ്പോൾ നമുക്ക് നീർക്കെട്ടൊക്കെ കുറയുന്നതിനും വേദന കുറയാനും ഒക്കെ സഹായിക്കാറുണ്ട്. പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട്, അതായത് മാറി മാറി ചൂടുവെള്ളത്തിലും തണുത്ത വെള്ളത്തിലും ചവിട്ടുന്നത്. അതായത് ഒരു പാത്രത്തിൽ ഉപ്പിട്ട ചൂടുവെള്ളം എടുക്കുക. അപ്പൊ കാല് നമുക്ക് അതിൽ മുക്കാൽ പാകത്തിനുള്ള ചൂടേ ആകാവുള്ളൂ. വേറൊരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുക്കുക. തണുത്ത വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം എടുത്താലും മതിയാകും. എന്നിട്ട് 3:1 എന്നുള്ള റേഷ്യോയിൽ, അതായത് 3 മിനിറ്റ് നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ഉപ്പൂറ്റി മുക്കി വെക്കുക. പിന്നീട് 1 മിനിറ്റ് ഈ തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കുക. ഇങ്ങനെ മാറി മാറി ചെയ്യുന്നത് നമ്മുടെ ആ ഒരു വേദനയും നീർക്കെട്ടും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ഉപ്പൂറ്റി വേദന കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങൾ.